ശ്രീനാരായണ വിദ്യാലയം പയ്യന്നൂർ. സ്വാമി ആനന്ദ തീർത്ഥാശ്രമത്തെക്കുറിച്ച് കൂടുതൽ അറിയാം. സ്വാമി നേരെ കുടുംബസ്വത്തൊക്കെ വാങ്ങി ഇവിടെ വന്ന് ഈ സ്ഥലം വാങ്ങി. ഈ സ്ഥലം കിട്ടില്ലായിരുന്നു. അന്നത്തെ കൊടിയ ജാതീയത കൊണ്ട് ഈ സ്ഥലമൊക്കെ കിട്ടാൻ കുറേ പ്രയാസപ്പെട്ടു. ഒരു മുസ്ലിമാണ് ഈ സ്ഥലം എടുത്ത് കൊടുത്ത് സ്വാമിക്ക്. അതൊക്കെ ഒരു വലിയ ചരിത്രമാണ്. നിങ്ങൾക്ക് എത്രത്തോളം അതിനെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്തെങ്കിലാവട്ടെ, ഇവിടെ സ്ഥലം എടുത്തു. തൻ്റെ ഗുരുവായ ശ്രീനാരായണ ഗുരുവായൂരിൻ്റെ പേരിൽ ഒരു വിദ്യാലയം സ്ഥാപിച്ചു. അതിനുശേഷം എന്ത് ചെയ്തു? വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഭാഗങ്ങളിൽ പോയി പഠിക്കാൻ കഴിയാത്ത, പുറത്തിറങ്ങാൻ സാധിക്കാത്ത പാവപ്പെട്ടവരായ കുട്ടികളെ പിടിച്ചു കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്യുന്ന പോലെയൊക്കെ കൊണ്ടിരുന്നത്. ബലമായി പിടിച്ചുകൊണ്ടുവന്ന് ഇവിടെ പാർപ്പിച്ച് പൊക്കൻ, ചക്കൻ, മുക്കൻ എന്നൊക്കെയുള്ള പേര് മാറ്റി ദിവാകരൻ, പ്രഭാകരൻ അങ്ങനെയുള്ള പേരൊക്കെ ഇട്ട് നല്ല പേരിട്ട് കൊടുത്ത് സ്കൂളിൽ വിട്ട് പഠിപ്പിച്ച് അവരൊക്കെ വിജയരാക്കി. അല്ലാത്ത പക്ഷേ ആ ഒരു ജനത സ്കൂളിൽ പോകില്ലായിരുന്നു. ഞാനും അങ്ങനെ 7ാം ക്ലാസ് കൊണ്ട് എൻ്റെ വിദ്യാഭ്യാസം തീരേണ്ടതാണ്. 8ാം ക്ലാസ്സിൽ ഇവിടെ സ്വാമിയെ കാണുന്നു, അഡ്മിഷൻ വാങ്ങുന്നു, ഇവിടെ നിന്ന് പഠിക്കുന്നു, ഡിഗ്രി വരെയൊക്കെ ഇവിടെ നിന്ന് പഠിച്ചിട്ടാണ് പോയത്. പോട്ട് അപ്പോൾ കുറേ പേർക്ക് അങ്ങനെ വളരെയധികം പേർക്ക് അങ്ങനെ സഹായം കിട്ടിയ സ്ഥാപനമാണിത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ, സാമ്പത്തികമായിട്ട് പ്രയാസമുണ്ടെങ്കിൽ, തീരെ മാർഗ്ഗമില്ലെങ്കിൽ നിങ്ങൾക്കോ നിങ്ങളുടെ അയൽവാസികൾക്കോ നിങ്ങളുടെ നാട്ടുകാർക്കോ ആർക്കെങ്കിലും പ്രയാസമുള്ള ആൺകുട്ടികൾക്ക് 5 മുതൽ 8 വരെയുള്ള കുട്ടികൾക്ക് ഇവിടത്തേക്ക് വരാവുന്നതാണ്. ഇവിടെ വന്ന് പഠിക്കാവുന്നതാണ്. ഉടുതുണി കൊണ്ട് മാത്രം വരിക, എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതാണ്. അങ്ങനെയാണ് സ്വാമി ചെയ്തു കൊടുത്തിരുന്നത്. ഒരുപാട് പേർക്ക് 1931 മുതൽ 1987 സ്വാമി നേരിട്ടും 87 ശേഷം സ്വാമി ആനന്ദ തീർത്ഥ ട്രസ്റ്റ് അധികാരം ഇരിപ്പുണ്ട്, അവരാണ് നടത്തുന്നത്. എന്തിനാണ് 30ഓളം കുട്ടികൾ ഇപ്പോഴും ഇവിടെ പഠിക്കുന്നുണ്ട്. അതിൽ പലരും വളരെ പാവപ്പെട്ടവരാണ്. അവരെയൊക്കെ നമ്മളിങ്ങനെ സഹായിച്ചു കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അതായിരുന്നു ഒരു സ്വാമി. ആ സ്വാമി ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബാർബർ ഷോപ്പിൽ, സ്കൂളിൽ, റോഡിലൊക്കെ നടക്കാൻ അനുവദിക്കാത്ത കുട്ടികളുടെ മുമ്പിൽ നടന്ന് അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം, ചായക്കടയിൽ കയറാനുള്ള സ്വാതന്ത്ര്യം, ബാർബർ ഷോപ്പിൽ പോകാനുള്ള സ്വാതന്ത്ര്യം എല്ലാം നേടിക്കൊടുത്ത ഒരു മഹാനായിരുന്നു സ്വാമി ആനന്ദ തീർത്ഥ. അപ്പോൾ ഒരുപാട് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി, കൈയൊടിഞ്ഞിട്ടുണ്ട്, കാലൊടിഞ്ഞിട്ടുണ്ട്, അബോധാവസ്ഥയിലായിട്ടുണ്ട്. ആരെ മർദ്ദിച്ചത്? അല്ല, നമ്മുടെ നാട്ടിലെ വലിയ ജാതിക്കാർ അവരാണ് മർദ്ദിച്ചത് കേട്ടാ. അതായത് ഞാൻ പറയുന്നില്ല, ജാതി പറയുന്നത് വലിയ ജാതിക്കാർ. അന്ന് വലിയ ജാതിയും ചെറിയ ജാതിയും കീഴ് ജാതിയൊക്കെ ഉണ്ട്. കീഴ് ജാതിക്കാരെ കണ്ട തല്ലും, അവരെ മുമ്പിൽ പെട്ടുകൂടാ. ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ പാട്ട് പഠിച്ചിട്ടുണ്ടാവും. അവരെല്ലാം സംരക്ഷിച്ചുകൊണ്ട് സ്വാമി ഒരു വലിയ വിപ്ലവം നടത്തി. അതാണ് സ്വാമി ആനന്ദ തീർത്ഥൻ്റെ ജീവിതം. 87 അദ്ദേഹം സമാധിയായി. ആ സമാധി മണ്ഡപമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. സ്വാമി ആനന്ദ തീർത്ഥ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ പരീക്ഷയ്ക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ കൂടെ കഴിയുമ്പോൾ ഇതെല്ലാം ചോദ്യങ്ങൾ വരും. ആരായിരുന്നു സ്വാമി ആനന്ദ തീർത്ഥ? എവിടെ ജനിച്ചു? എവിടെയാണ് സ്ഥാപിച്ചത്? ആരുടെ ശിഷ്യനെ? ഇതൊക്കെ ഇപ്പോൾ PSC ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അറിയപ്പെടാത്തൊരു മനുഷ്യനാണ്, അധികം അറിയപ്പെടാത്തൊരു മനുഷ്യനാണ്. അദ്ദേഹം പറയുന്നു, എന്നെ ആരും അറിയേണ്ടതില്ല, എന്നിലൂടെ നിങ്ങൾ അറിയപ്പെടണം. അതാണ് സ്വാമിജി പറഞ്ഞത്. എന്നെ ആരും അറിയേണ്ടതില്ല, എന്നിലൂടെ നിങ്ങൾ അറിയപ്പെടണം. ആ ഒരു പിന്നെ ഒരു സിദ്ധാന്തമായി. ഫോട്ടോ ഒന്നും എടുക്കില്ല, അധികം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് കൊടുക്കില്ല. പിന്നെ വലിയ പേരും പ്രശസ്തിയൊന്നും വേണ്ട. പക്ഷെ പ്രവർത്തനം തന്നെ പ്രവർത്തനം. എപ്പോഴും അടിയിടി തൊഴിൽ വാങ്ങുന്ന ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ ഒരു ജനതയ്ക്ക് വേണ്ടി ജീവിതം അർപ്പിച്ച സ്വാമി ആനന്ദ തീർത്ഥൻ്റെ ഈ ആശ്രമം കാണാനാണ് ഗാന്ധിജി വന്നത്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നു. 1934 ജനുവരി 12 വൈകുന്നേരം 4 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് നടന്നു വരുന്നു. ഏകദേശം 4:45 വരെ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നട്ട മാവാണ്. ഇത് പോകുന്ന സമയത്ത് ഒരു പെൺകുട്ടിയാണ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. ആദ്യത്തെ 2 വർഷം പെൺകുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീട് അക്കാലത്താരും പഠിപ്പിക്കാൻ ഇങ്ങോട്ട് ആരും, വലിയ ജാതിക്കാരായ ആൾക്കാർ ഇവിടത്തേക്ക് ഐത്തം കാരണം കുട്ടികളെ പഠിപ്പിക്കാൻ വരില്ല. അപ്പോൾ സ്വാമി മറ്റുള്ളവരൊക്കെ ചേർന്ന് പഠിപ്പിച്ചു. പക്ഷേ ഈ ഹരിജന വർഗത്തിൽപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം ഉള്ളവർ പഠിപ്പിക്കാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് സ്വാമിജി വിദ്യാലയം നിർത്തി നേരെ ഹോസ്റ്റലാക്കി മാറ്റി പെൺകുട്ടികളെ കോഴിക്കോട് ബാലികാ സദനത്തിലേക്ക് കൊണ്ടാക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഹോസ്റ്റലായി മാറുന്നത്. ആദ്യത്തെ 2 വർഷം വിദ്യാലയമായിരുന്നു. അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് ശ്രീനാരായണ വിദ്യാലയം എന്ന പേര് അറിയപ്പെടുന്ന. മാറ്റിക്കൂടാ, രജിസ്ട്രേഷൻ അങ്ങനെയാണ്. ആദ്യം വിദ്യാലയമായിരുന്നു. മനസ്സിലായില്ലേ? ഇപ്പം ഹോസ്റ്റലാണ്. 30 കുട്ടികൾ പഠിക്കുന്നുണ്ട്. 5 മുതൽ 10 വരെയുള്ള കുട്ടികളുണ്ട്. എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുകയാണ്. എങ്ങനെയാണ് നമ്മൾ നിലനിന്ന് പോകുന്നതോടെ നിങ്ങളോട് പറയാം. നമ്മളിവിടെ അന്നദാനങ്ങൾ ചെയ്യാറുണ്ട്. എന്താ അന്നദാനം ഉദ്ദേശിക്കുന്നത്? അന്നദാനം, കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കും. ആരെ കൊടുക്കുക അറിയോ? വിവാഹവാർഷികം ആഘോഷിക്കുന്നവർ, അതുപോലെ പിന്നെ ശ്രാദ്ധം, ആരെങ്കിലും ചർമ്മവാർഷികങ്ങൾ, അതുപോലെ
ജന്മദിനങ്ങളൊക്കെ ഇവിടെ വന്ന് ആഘോഷിക്കും. കുട്ടികളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കും, എന്തെങ്കിലുമൊക്കെ സംഭാവന അതുവഴി കൊടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് എന്നും വരാറുണ്ട്, എല്ലാ ദിവസവും ഉണ്ടാവാറുണ്ട് ഈ അന്നദാനം. അതാണ് നമ്മുടെ ഇവിടുത്തെ നിലനിൽപ്പിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അല്ലാതെ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം അവർക്ക് മാസം ഭക്ഷണം കൊടുക്കാനും പറ്റുന്നില്ല. പിന്നെ ഉദാരമതികളായ ആൾക്കാർ കയറി വരുമ്പോൾ സംഭാവന കൊടുക്കാറുണ്ട്. ലയൺസ് ക്ലബ്ബ്, റോട്ടറി ക്ലബ്ബ്, പയ്യന്നൂർ കോപ്പറേറ്റീവ് ബാങ്ക് അവരെല്ലാം ഇങ്ങനെ ഓരോരോ ബാഗ്, കുട, പുസ്തകങ്ങളെല്ലാം കൊടുത്ത് ടോപ്പെല്ലാം കൊടുത്ത് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് വെച്ചാൽ സ്വാമി കണ്ടുവച്ച ഒരു പ്രവർത്തനമാണ് പാവപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത്. അത് ഞങ്ങൾ തുടർന്നു കൊണ്ടുപോവുകയാണ്. വളരെ കഷ്ടപ്പാടാണ്, എങ്കിലും തുടർന്നു കൊണ്ടുപോകും. നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കാൻ വിഷമമുണ്ടെങ്കിൽ ഒന്നും വേണ്ട, ഇവിടെ ഒരു ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് 5 മണിക്ക് വരെ ഉത്തരത്തിൽ വരാവുന്നതാണ്. എപ്പോഴും സ്വാഗതം.